അയിലക്കറി ഉണ്ട്. കൈ കൈ ഓ കണ്ടോ, അതാണ് റോഡ്. കേറിക്കോ. ഈ കസാരയുടെ ഇത്രയും കൂടെ ഉള്ളു. കൊച്ചമ്മേ ഇവിടെ ഇരുന്നോളൂ, ബാപ്പൊന്നും വേണ്ടായോ? റാസ് കണ്ടോ, നമ്മുടെ നിന്ന് അടി കിട്ടും. കണ്ടോ, ചക്ക വേവിക്കാൻ വേണ്ടി പോവാണ്. അമ്മ ഫുഡ് കഴിച്ചോണ്ടിരിക്കുവാണ്. അപ്പൊ നമ്മുടെ തമ്പുരാട്ടി അവിടെ കാവലിരിക്കുക. തമ്പുരാട്ടി പൊന്നെ കഞ്ഞി കുടിക്കുവാണോ? തമ്പുവിന്റെ കഞ്ഞിയാണോ ഇന്ന്? തമ്പു കഞ്ഞി അപ്പാപ്പൊക്കെ തിന്നിട്ട് കഴിക്കുക. തമ്പുവിന് അപ്പാപ്പൊക്കെ ഉണ്ട്, കുഞ്ഞിന് അപ്പാപ്പൊക്കെ ഇഷ്ടം പോലെ വിളിക്കുന്നു. കുഞ്ഞിന് അപ്പാപ്പത്തിന് ഒരു കുറവുമില്ല. ഇവിടെ ആർക്കും ഇല്ലെങ്കിലും കുഞ്ഞിനുണ്ട്, സ്റ്റോക്കാണ്. അല്ലേ കുഞ്ഞാ യാ കുഞ്ഞൂസ് കൊച്ചൂസ് മുട്ടായി യാ ഇങ്ങോട്ട് നോക്കിയേ. ഭയങ്കര ജാട വെളിയിലോട്ട് നോക്കിയിരിക്കുക. ഓ പാപ്പം കൊടുക്കുന്ന അമ്മ. അവക്ക് വേണ്ട. അതുകൊണ്ടാ വേണ്ടാച്ച. ചക്ക വേവിക്കാൻ പോവാണ്. അപ്പോൾ തന്നെ നമ്മുടെ കുട്ടാപ്പി വീടിനകത്ത് ഇറങ്ങി വെളി കിടപ്പുണ്ട്. ഭയങ്കര ഉറക്കമാണ്. കുയി 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 എന്നിക്കിടി പെണ്ണുപിള്ള, എന്ത് ഉറക്കമാടി നീ? എപ്പോൾ കിടന്നാടി? 2 മണിയാടി. എന്നിക്കിടി ചുന്തിരിപ്പല്ല. എന്നിക്കിടി എൻ്റെ കൊച്ചാപ്പി ഉറക്കം. ഉറങ്ങിക്കോ. നമ്മുടെ രാജ്യം ഇതോടെ കിട്ടിയിട്ടുണ്ട്. ഓറാബുജൻ കൂട്ടിലുണ്ട്. കുയ് ഡൂറാബുജ. ഓ ആള് ഉറക്കത്തിലോട്ടുള്ള തയ്യാറെടുപ്പാണ്, ഉറങ്ങാൻ വേണ്ടി. ഇന്ന് മഴ തോന്നിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ചെറിയ വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ടു. അധികമൊന്നും ഇല്ലായിരുന്നു. നല്ല ക്ലൈമറ്റാണ്, കൊള്ളാം. നല്ല തണുപ്പുണ്ട്. ഓഹോ എണ്ണീറ്റായിരുന്നോ കുഞ്ഞുവാവ? ഞാൻ ഉണർത്തിയപ്പോൾ അവിടെ എഴുന്നേറ്റ്. കട്ടക്കലിപ്പാണല്ലോ. എന്തോന്ന് ഇത്ര നോക്കാനോ? എടി കുട്ടാപ്പി പൊന്നെ എന്താ വേണം? പാപ്പം കഴിക്കാൻ പോകാലോ, ബാ പോവാ. പാപ്പം കഴിച്ചാലോ നമുക്ക്? മുമ്പേ ഒരു ജിമ്മൻ പൂച്ച വന്നായിരുന്നു. വെള്ള കളറല്ല, വേറെ ഒരു ചാര കളറ് പൂച്ച വന്നിട്ടുണ്ടായിരുന്നു. ചക്ക വേവിക്കാൻ വേണ്ടി പോവാണ്. കുക്കറിലാ വേവിക്കുന്നത്. വാ, അങ്ങോട്ടല്ല അങ്ങോട്ടല്ലെന്ന്. പോന്നു ഡി, ഫുഡ് കഴിക്കാൻ പോവാടി. നീ എങ്ങോട്ട് പോകുന്നത്? തമ്പു, കാട്ടിലോട്ടൊന്നും പോവല്ലേ. ഓ, മണ്ണ് കിട്ടി ഉരുളാൻ വേണ്ടി നോക്കുമായിരിക്കും ആള്. അവിടെ നേരത്തെ ഉണ്ടായിരുന്ന വീട്ടിൽ നിന്ന് നമ്മൾ എടുത്തുകൊണ്ട് വന്നത് നമ്മുടെ ആയിരുന്നു. ഇത് ഇന്നലെ എടുത്തുകൊണ്ട് വന്നേ ഉള്ളൂ. ഇത് അതാ നശിപ്പിക്കുന്നു. കുട്ടാപ്പി ഇളക്കരുതത്. കണ്ടോ, നമ്മുടെ നിന്ന് അടി കിട്ടും. കണ്ടോ, നശിപ്പിച്ചാൽ. ഇതാണ് നമ്മുടെ ഡോറാബുജൻ. ഹായ് ബുജ. അവിടെ ഈച്ചപ്പെടുത്തോ കേട്ടോ. ഭുജൻ്റെ കൂട്ടിലങ്ങ് ഈച്ച. എന്തോ ചെയ്യാനാ? ആ ഫുഡിനകത്ത് വരുന്നതാ. ഫുഡ് കൊടുക്കാതിരിക്കാൻ പറ്റുമോ അതിന്? എപ്പോൾ കൊണ്ടുവച്ചാൽ ഈച്ച വരും. അധികമൊന്നുമില്ല, 1-2 ഈച്ച എല്ലാം കാണും, ചെറുത്. അതിനെ കൊല്ലാനാണ് ഇങ്ങനെ നോക്കി നടക്കുന്നത്. നമ്മുടെ റാസ്
റാസ് ആ ഭുജൻ കയറിയിരി, കുഴപ്പമില്ല. എൻ്റെ കണ്ടല്ലോ ഭുജൻ്റെ കരവിരുത് കണ്ടല്ലോ. ആ ഇനി ആ ഒരൊറ്റ എടാ ഒന്നും മിണ്ടായിരിക്കാണ് ചെറുക്കാ. സംസാരിക്കാൻ സമ്മതിക്കത്തില്ല അവൻ. മിണ്ടായിരിക്കടാ. കണ്ടോ ഓടാ. കണ്ടോ കണ്ടോ, ഇത്രേ ഉള്ളൂ ഇനി. ഈ കസാരയുടെ ഇനി ഇത്രയും കൂടെ ഉള്ളൂ. ഡോറാബുജി എല്ലാം കടിച്ച് നശിപ്പിച്ചിട്ടുണ്ട്. ഡോറാബുജി ഇനി അങ്ങോട്ട് പോന്നിയാള്. ഇങ്ങോട്ട് പോണം. ഇവിടെ കണ്ടട്ടെ, പുല്ല് തിന്നാനായിരിക്കും. നമുക്കകത്ത് കയറാം. കസാര ഇരിക്കണോ ഇനി? ആ കയറിക്കോ കയറിക്കോ. ഇതൊക്കെ കസാര എന്ന് പറയുമ്പോൾ ഭയങ്കര അത്യാവശ്യമുള്ള കാര്യമാണ്. കസാരയിൽ ഇരിക്കുള്ളൂ. അവിടെ ഇരുന്നു. ഇനി ആളവിടെ ഇരിക്കും കുറേ നേരം. അവിടെ ഇരിക്കട്ടെ. ഇവിടെ ഇരുന്നോളൂ കൊച്ചമ്മേ, ഇവിടെ ഇരുന്നോളൂ കൊച്ചമ്മേ. കൊച്ചമ്മേ ഇവിടെ ഇരുന്നോളൂ. ബാപ്പ ഒന്നും വേണ്ടായോ? ഇതിരിപ്പല്ലേ അപ്പം വേണ്ടായോ? വാ പാപ്പ കഴിക്കാൻ പോവാം നമുക്ക്. വെയിലടിക്കുന്നേ, ചൂടുണ്ട് ഇവിടെ. അവിടെ ഇരുന്നു. വരുന്നില്ല. കസാര കിട്ടിയ പിന്നെ വരൂല ആള്. അവിടെ ഇരുന്ന് കാഴ്ചയൊക്കെ കാണും. ഈ പരിസരമൊക്കെ ഇങ്ങനെ കാണും. നമ്മുടെ അമ്മയും ഇപ്പുറത്തെ അമ്മയും എല്ലാവരും കൂടി ഇവിടെ ഇരുന്ന് ചക്ക വെട്ടിയെടുത്ത് എല്ലാം റെഡിയാക്കി വേവിക്കാൻ അടുപ്പേ കയറ്റിയിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ ഇത് കാണിക്കുന്നുണ്ട്. കണ്ടോ, അതാണ് റോഡ്. ജസ്റ്റ് ഒന്ന് നടന്നാൽ മതി നമുക്ക്. ഇവിടെ നിന്ന് അങ്ങോട്ട് കയറാൻ വേണ്ടി ജസ്റ്റ് നടന്നു വന്നാൽ മതി. ഇപ്പോൾ തമ്പലൂരെ അയച്ചു വിടാനൊന്നും പറ്റത്തില്ല ഈ റോഡൊക്കെ കാരണം. ഇവള് നേരെ ഒന്നെങ്കിൽ അല്ല എൻ്റെ വീട്ടിലോട്ട് അല്ലെ റോഡിലോട്ട് ഒക്കെയാണ് പോകുന്നത്. എന്നെ വീട്ടിൽ റൂമിൽ അയച്ചു വിടും നമ്മൾ രാത്രിയിൽ. ആൾ തന്നെ കറങ്ങിയിട്ടൊക്കെ വരും. ഈ വീടിൻ്റെ മുറ്റത്ത് റോസാ ചെടിയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലൊന്നും റോസാ ചെടി വളരത്തില്ലായിരുന്നു. അവിടുത്തെ മണ്ണിൻ്റെ പ്രശ്നമാണ്, വളരത്തില്ലായിരുന്നു. പിന്നെ ഇപ്പം രണ്ടാമത് താമസിച്ച വീട്ടിൽ നമുക്ക് ചെടി ഇല്ലായിരുന്നു. ഇതിപ്പോൾ ഇവിടെ ഓൾറെഡി ഇവിടെ എല്ലാം നട്ടിട്ടുണ്ട് ചെടി. റോസാ ചെടിയും പിന്നെ തെറ്റിയും ചെമ്പരത്തി കുറച്ച് ചെടികളൊക്കെ ഇവിടെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. ആ നമ്മൾ വീട് പൂജയുടെ അടുത്ത് വന്നേക്കാണ്. പൂജയ്ക്ക് ഇവിടെ ഭയങ്കര ശല്യമാണ് ഈച്ച കാരണം. എന്തോ ചെയ്യാൻ പറ്റും നമുക്കിപ്പോൾ. ഞാൻ പക്ഷേ ഈച്ചയൊന്നും കാണുന്നില്ല കേട്ടോ, അത് വേറെ കാര്യം. അവൾ മാത്രം കാണുന്നതാണ്. എവിടെയാണ് ഈച്ച? ആ ഒരു ചെറിയൊരു ഈച്ച നടക്കുന്നുണ്ടേ. അതിന് വേണ്ടിയാ. കയറി കിടക്ക ചെല്ല്. ചേച്ചി കൈ തന്നേ, ഒരു കൈ തന്നേ. ഒരു കൈയൊക്കെ താടാ പിന്നെ. ഇവിടെ കൈ താടാ ബാ. ഓ സാറേ ഇനി ഇരിക്കുക. കൈതാ കൈ ഓ സുന്ദരി കൈ തന്നേ. ഇനി ഇരുന്നു. ഇരിക്കാൻ കൊടുത്ത കസേരയാണ് കണ്ടോ, കടിച്ച് പറിച്ചു. ഇനി ഇല്ല, അത് പൊട്ടിക്കഴിഞ്ഞ് ഇനി എവിടെ ഇരിക്കുന്നു എനിക്കറിയില്ല. ഇയാളങ്ങ് അവളോട് തല വെച്ചാണ് കിടക്കുന്നത്. പല്ല് കുരുകുരുത്തിട്ടാ. എടോ ഒന്ന് മിണ്ടാതിരിക്കുവോ? എന്തൊരു ബഹളമായത് ചെറുക്കൻ. ആ നല്ല ഇടി കിട്ടും നിനക്ക് കേട്ടോ. ആ ഒരു കിളി ഇതുവരെ വിടത്തില്ല അവൻ. കാക്കയെപ്പോലും വിടത്തില്ല. ബഹളം. ആ നമ്മൾ സ്വന്തം വീട്ടിലോട്ട് പോയതിന് ശേഷം ഇവന് വലിയ കൂടൊക്കെ റെഡിയാക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ പോലുള്ള ഒരു സൗകര്യവും ഇല്ല. റോഡ് സൈഡാണ്. പിന്നെ മതിലൊന്നും ഇല്ലാത്ത കാരണം സേഫ്റ്റി ഇല്ല. അത് കാരണം കുറച്ച് നാളും കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. കായ് ചക്ക അടുപ്പിലിരിക്കുകയാണ് കേട്ടോ. ഓൾറെഡി ഇവിടെ നമുക്ക് അയിലക്കറിയുണ്ട്. ചക്ക വെന്തു. കഴിക്കേണ്ടവരൊക്കെ കഴിച്ചു. നമ്മുടെ കുട്ടാപ്പി രാവിലെ എന്തോ കഴിച്ചിട്ട് കിടക്കുവാണ്. പിന്നെ ഇതുവരെ അവൾ
വെളിയിൽ ഇരുന്ന് വന്നിട്ട് വീണ്ടും അകത്ത് കയറി ഇവിടെ കിടക്കുക. അവൾക്ക് ഫുഡൊന്നും വേണ്ട, നേരെ ഇങ്ങോട്ടാണ് വന്നത്. അപ്പം കിടക്കട്ടെ. ഡോറാബുജൻ ആളവിടെ ഇരിക്കും. എന്തോ മോനെ എന്തറ്റി? ചൂടെടുക്കുന്നുണ്ടായിരിക്കും. അപ്പം ശരി, ടാറ്റാ.